ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് ജസ്റ്റ് ഞാനൊരു കുറച്ച് ചെടികളെ പറ്റി പറയാം. ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വേൾഡ് എൻവയറൺമെൻറ്റ് ഡേ ആണ്, ജൂൺ 5. അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും പ്രകൃതിയായിട്ട് ഇതാക്കുന്നുണ്ട്. ഡെയിലി പ്രകൃതിയായിട്ടുള്ള ഇതാണ്. എൻ്റെ വൈഫിനെ ഞാൻ കൂടെ ചെയ്യുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ മക്കളുണ്ട്. ഇവരെല്ലാം പൂക്കളും ചെടികളെല്ലാം നട്ട് വളർത്തുന്ന ഇതാണ്, ഹോബീസാണ് അവർക്ക്. അപ്പോൾ അത് വെറും ചെടികളായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും. പക്ഷേ ധാരാളം ചെടികളുണ്ട്. ചെടികളെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേയധികം പുറത്ത് ആര് വരുമ്പം ചെടികളാണ് വാങ്ങിക്കുക. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ്, എയർ പ്യൂരിഫയറാണ്. അത്രയുള്ളൊരു ഭംഗിയുള്ളതാണ് കാണിച്ചത്. പിന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ധാരാളം പലതരത്തിലുള്ള ചെടികളാണ്. ഇതിൻ്റെ പേരെല്ലാം നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പക്ഷെ എനിക്കത്ര കൂടുതൽ പറയാനറിയില്ല. ഓരോ ചെടികളും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും, ഏതെല്ലാം ചെടികളാണ്, എന്തെല്ലാം ചെടികളാണ്, ഇതിൻ്റെ പേര് എന്തെല്ലാമാണ്. പക്ഷെ അതിന് പേരൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും സജഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. റോസിൻ്റെ ഇതിൻ്റെ പേരറിയില്ല. പക്ഷേ ധാരാളം ഇതുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 2 മാസം മുമ്പേ ഇത് അവർക്ക് പൈസ അടച്ചതാണ്. പിന്നെ പൈസ അടച്ചിട്ട് അവരൊരു ഇത് തന്നിട്ടുണ്ട്. അത് റിംഗ് കമ്പോസ്റ്റ്. പിന്നെ ഇവിടെ നമ്മൾ നട്ട ചെടിയാണ് പൈനാപ്പിളും വളർന്നിട്ടുണ്ട്. പിന്നെ റിംഗ് കമ്പോസ്റ്റ് ഇപ്പം കാണിച്ചാൽ ജസ്റ്റ് ഇപ്പം വരുന്നേ ഉള്ളൂ. അതായത് കണ്ണൂർ കോർപ്പറേഷൻ 2 റിംഗ് കമ്പോസ്റ്റാണ് തന്നിട്ടുള്ളത്. അതായത് വേസ്റ്റ്, ഇത് പച്ചക്കറീൻ്റെയും വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ വേസ്റ്റുകളും ഇപ്പം ചില വീട്ടുകൾക്ക് തീരെ സ്ഥലമില്ല. ഈ സ്ഥലമില്ലാത്ത കൂട്ടർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷന് ഏറ്റവും നന്ദി രേഖപ്പെടുത്തുന്നു. അവർ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കൊണ്ടുവരാൻ കാരണം തന്നെ ഇന്ന് പ്രകൃതിയുടെയും എൻവയറൺമെൻറ്റ് ഡേ ആയതുകൊണ്ടാണ് അവർ എത്തിച്ചത് വീട്ടിൽ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ചെടികളെല്ലാം നിങ്ങൾ ആസ്വദിക്കുക. പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് കൊടുക്കുക, ഷെയർ കൊടുക്കുക. പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യുക, അത്ര തന്നെ കേട്ടോ. ഇത് അകത്തുള്ള സ്നേക്ക് പ്ലാന്റാണ്. അകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതിനും വെള്ളമെല്ലാം പോരണം. അല്ലെങ്കിൽ വെള്ളം പുറന്നിട്ടില്ലെങ്കിൽ തീരെ ഇതൊന്നും നടക്കില്ല. എല്ലാം കാര്യമായിട്ട് കുട്ടികളെ നോക്കുമ്പോഴായിരിക്കണം ഇപ്പോൾ ചെടികളെ നോക്കേണ്ടത്. കുട്ടികളോട് ഇപ്പോൾ എങ്ങനെ പെരുമാറുന്നത് അത് ലെവലായിരിക്കണം ചെടികളെയും ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ചെടികളെ വളർത്തി പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഇതാക്കുക. ഹാപ്പി എൻവയറൺമെൻറ്റൽ ഡേ. അതുകൊണ്ട് താങ്ക് യു ഫ്രണ്ട്സ്. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു, ലൈക്ക്, ഷെയർ.